നമുക്ക് അടുത്ത കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോളാണ്. പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അല്ലേ. അപ്പോൾ ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി നമുക്ക് വരികയാണ് റോട്ടിൽ, അവരും കുറേ പ്രോട്ടോക്കോൾസ് പാലിക്കുന്നുണ്ട്. ആ പ്രധാനമന്ത്രിയുടെ മുമ്പ് ഇത്ര വാഹനങ്ങൾ ഉണ്ടാവണം, അത് ആംബുലൻസ്, പോലീസ് എസ്കോർട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, ഫയർ എഞ്ചിൻ ഉണ്ടാവും. അപ്പോൾ അത് ഒരു പ്രോട്ടോക്കോളാണ്, അതായത് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അത് ആ രീതിക്ക് തന്നെ പോകണം. അപ്പോൾ നമ്മൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഡാറ്റ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇപ്പോൾ ഡാറ്റ ഒരു മെഷീനിൽ നിന്ന്, ഒരു സെൻറ്ററിൽ നിന്ന് റിസീവറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിലും അതിന് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ എന്ത് പറയുന്നത്, പ്രോട്ടോക്കോൾസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടല്ലേ. സീരിയൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. സീരിയൽ കമ്മ്യൂണിക്കേഷനിൽ യൂസ് ചെയ്യുന്നത് RS-232 എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോണ് കണക്ട് ചെയ്യും അല്ലേ, വേറൊരു ഫോണായിട്ട് കണക്ട് ചെയ്യൂലേ ബ്ലൂടൂത്ത് വഴി, അതും എന്തെന്നാ ഒരു പ്രോട്ടോക്കോളാണ് അത് ആക്ച്വലി. അതും ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു ഡാറ്റ ട്രാൻസ്ഫറിങ് ആണ് അവിടെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴും നമ്മൾ യൂസ് ചെയ്യും. ശരിക്കും ഇൻ്റർനെറ്റിൽ നമ്മളപ്പോൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ട് ഇനി. ഇപ്പോൾ വയർലെസ് അല്ല, പ്രോട്ടോക്കോൾസിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളെല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ അഥവാ FTP. ഇതാണ് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ വെബ്സൈറ്റുകൾ ഉണ്ടാക്കുമ്പോൾ, വെബ്സൈറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണം, അവരൊരു മെഷീൻ്റെ മുമ്പിലിരുന്നായിരിക്കും അല്ലേ എല്ലാം ഉണ്ടാക്കണം. അപ്പോൾ ഒരു ലോക്കൽ ഹോസ്റ്റിൽ അത് റൺ ചെയ്യും. അപ്പോൾ ഇത് വെബിലേക്ക് ഇടണം, നമുക്ക് ഇൻ്റർനെറ്റിലേക്ക് ഇടണം അല്ലേ. അപ്പോൾ ഈ ലോക്കൽ സിസ്റ്റത്തിലുള്ള ഫയൽ നമുക്ക് വെബ്സൈറ്റ് www എന്ന് പറയുന്ന റെപ്പോസിറ്ററിയിലേക്ക് ഇടണം. അപ്പോൾ അതിന് ഏത് യൂസ് ചെയ്തിരുന്നത് FTP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്തത്. വെബ് സെർവറിലേക്ക് നമ്മൾക്ക് ക്ലയൻറ്റുകൾക്ക് ഡാറ്റ അയക്കാം. ഇതൊരു സെർവർ മെഷീനാണ്, ഇതൊരു ക്ലയൻറ്റ് മെഷീനാണ്. ക്ലയൻറ്റിനെ സെർവറിലേക്ക് അയക്കാനും സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് കിട്ടാനും നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം, ഈ പറഞ്ഞ ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, ഒരു ക്ലയൻറ്റ് സെർവർ മോഡൽ പ്രോട്ടോക്കോളാണ്. അത് കൂടാണ്ട് ഇത് കണക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അതായത് ക്ലയൻറ്റിന് ഇപ്പോൾ എന്തെങ്കിലും ഡാറ്റ നമുക്ക് സെർവറിലേക്ക് അയക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ആദ്യം ഒരു റിക്വസ്റ്റ് വിടണം, എനിക്കൊരു ഡാറ്റ അയക്കാനുണ്ട്, ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് വിടണം. ആ റിക്വസ്റ്റ് സെർവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ വരുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇത് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ ഒരിക്കലും ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കില്ല. ഓക്കെ, അപ്പോൾ അതാണ് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലയൻറ്റിൽ നിന്ന് ഇതിലേക്ക് വിടണമെന്നുണ്ടെങ്കിൽ ഒരു റിക്വസ്റ്റ് വിട്ട് അവിടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഡാറ്റ ട്രാൻസ്ഫറിങ് നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അതിന് എന്ത് പറയുന്നത്, കണക്ഷൻ ഓറിയൻറ്റഡ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞാൽ. കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്താൽ മാത്രമേ ഡാറ്റ ട്രാൻസ്ഫറിങ് നമുക്ക് നടക്കുകയുള്ളൂ. FTP അതാണ് അതിൻ്റെ ഇത്. ഇപ്പം നമ്മൾ ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു ഡാറ്റ കൊടുക്കുകയാണ്, അതിന് നമ്മൾ പറയുക അപ്ലോഡിങ് എന്നാണ് പറയുക. എന്താണ് അപ്ലോഡിങ്? ക്ലയൻറ്റിൽ നിന്ന് സെർവറിലേക്ക് ഒരു ഡാറ്റ കൊടുക്കുന്നതിന് അപ്ലോഡിങ് എന്ന് പറയും. സെർവറിൽ നിന്ന് ക്ലയൻറ്റ് ഒരു ഡാറ്റ എടുക്കുന്നതിന് നമ്മൾ പറയുന്നതാണ് ഡൗൺലോഡിങ്. രണ്ട് ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇപ്പോൾ സെർവറിൽ നിന്ന് ക്ലയൻറ്റിലേക്ക് കൊടുക്കുന്നതിന് അപ്ലോഡിങ് എന്നും ക്ലയൻറ്റ് സെർവറിൽ നിന്ന് എടുക്കുന്നതിന് ഡൗൺലോഡിങ് എന്നാണ് നമ്മൾ പറയണത്. ഇനി അടുത്ത നമുക്ക് നോക്കാം. അടുത്ത പ്രോട്ടോക്കോളാണ് HTTP. HTTPയുടെ ഫുൾ ഫോം ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ എന്നാണ്. HTTP എന്ന് വല്ലയിടത്തും കേട്ടിട്ടുണ്ടോ? നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വെബ്സൈറ്റുകൾ പറയാൻ നേരത്ത് എങ്ങനെയാണ് നമ്മൾ പറയണത്, HTTP: ഉണ്ടാവും www.google.com. ഇതാണ് വെബിലെ അഡ്രസ്സ് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വേൾഡ് വൈഡ് വെബ് www എന്ന് പറയുന്നത് എന്തെന്നാ, വേൾഡ് വൈഡ് വെബ്. ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ഒരു റെപ്പോസിറ്ററിയാണ്. കുറേ സംഭവങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്നത് ഈ പറയുന്ന വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന
അതിലാണ്. അതിൻ്റെ ഉള്ളിലുള്ള ഡാറ്റനെ എന്തെങ്കിലും ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് HTTP വേണം. ഓക്കെ, HTTP WWW എന്ന് പറയുന്ന റെപ്പോസിറ്ററി, അതായത് ഒരു ക്ലൗഡിലെ മെമ്മറി ലൊക്കേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലിറ്ററലി അതാണത്. അപ്പോൾ ആ ക്ലൗഡിലെ മെമ്മറിയിൽ ഉള്ള ഡാറ്റകൾ എന്തുമാവാം, അത് നമ്മളൊക്കെ ആക്സസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രോട്ടോക്കോളാണ് യൂസ് ചെയ്യുന്നത്? HTTP എന്ന് പറയുന്നതാണ്. ഇപ്പം നമുക്കുള്ളത് HTTP മാത്രമല്ല, ഒരു HTTPS കൂടിയുണ്ട്. അതായത് ഒരു SSL ലെയർ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. HTTPയുടെ കൂടെ ഒരു SSL ലെയർ ആഡ് ചെയ്യും. സെക്യൂർഡ് ലെയറാണത്. സെക്യൂരിറ്റി ലെയറാണ് എന്ത് SSL എന്ന് പറയുന്നത്. അതായത് കുറച്ചുകൂടി അതിനൊരു സെക്യൂരിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? SSL ആഡ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബ്രൗസറിൽ HTTP മാത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ ബ്രൗസർ കാണിക്കും ഇൻസെക്യൂർഡ് ആയിട്ടുള്ള ഒരു സൈറ്റാണെന്ന് നമുക്ക് എറർ കാണിച്ചു തരും. ഇപ്പം എല്ലാം HTTP തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഈ WWWയിൽ എങ്ങനെയാണ് ഈ ഡാറ്റ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ ലാംഗ്വേജിൻ്റെ പേരാണ് HTML എന്ന് പറയുന്നത്. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML വെച്ചിട്ടാണ് നമ്മുടെ ഡാറ്റ എല്ലാം അവിടെ എഴുതി വെച്ചേക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ എടുക്കുന്ന എല്ലാ വെബ്സൈറ്റുകളുടെയും എന്ത് വെച്ചാണ് എഴുതിയേക്കണത്? ലിറ്ററലി അത് HTML ആണ്. നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ നേരത്ത് വേറെ പല ലാംഗ്വേജസ് യൂസ് ചെയ്യുന്നുണ്ടാവും. PHP VB ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, പൈത്തനൊക്കെ. പക്ഷേ ലിറ്ററലി അത് വേൾഡ് വൈഡ് വെബിൽ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്? HTML ആയിട്ടാണ്. ഈ സംഭവത്തിനെല്ലാം കൺവേർട്ട് ചെയ്ത് HTMLൻ്റെ രീതിയിലാണ് അത് സേവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വേൾഡ് വൈഡ് വെബിൽ ഡാറ്റ എഴുതിയിരിക്കുന്നത് HTML എന്ന് പറയുന്ന ലാംഗ്വേജ് വെച്ചിട്ടാണ്. ആ ഡാറ്റ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, അടുത്ത പ്രോട്ടോക്കോളാണ് TCP/IP എന്ന് നമ്മൾ പറയും. തേർഡാണ് TCP/IP. TCP എന്ന് പറഞ്ഞാൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോളാണ്. ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ. IP എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ്. രണ്ട് പ്രോട്ടോക്കോളാണിത്. പക്ഷേ അതിന് രണ്ടും കൂടി ഒന്നിച്ച് വർക്ക് ചെയ്യാനായിട്ട് രണ്ട് പ്രോട്ടോക്കോളാണ്. TCP വേണമെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യും, IPക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യും. പക്ഷേ ഇത് രണ്ടും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ ഏതാണ്? TCP/IP എന്ന് പറയുന്ന പ്രോട്ടോക്കോളാണ് നമ്മൾ കറൻ്റ് ഇൻ്റർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ. ഇതിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ ചെയ്യുന്നത് ഒരു സെൻഡറും ഒരു റിസീവറും ഉണ്ടെന്ന് വിചാരിക്കും. സെൻഡറിൽ നിന്ന് ഡാറ്റ സെൻഡ് ചെയ്ത് കറക്റ്റ് അതേ ഫോർമാറ്റിൽ തന്നെ, അല്ലെങ്കിൽ വേറെ ഡാറ്റയ്ക്ക് കറപ്ഷൻസ് ഒന്നും വരാണ്ട് റിസീവറിൽ റിസീവ് ചെയ്യണം. അതാണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ പറയുന്നത്. എന്ത് ഡാറ്റയാണോ സെൻഡർ സെൻഡ് ചെയ്തത് കറക്റ്റായിട്ട് അതേ സെയിം ഡാറ്റ തന്നെ റിസീവറിൽ റിസീവ് ചെയ്യണം. അതാണ് TCP പറയുന്നത്. IP പറയണത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെൻഡ് ചെയ്യാൻ നേരത്തെ ഏതെങ്കിലും ഒരു മീഡിയത്തിലൂടെ കടന്നു പോകണം അല്ലേ? ചിലപ്പോൾ കുറേ മെഷീൻസിനോ അല്ലെങ്കിൽ ഡിവൈസിൻ്റെ ഇടയിൽ കൂടിയൊക്കെ വേണം കടന്നു പോകാനായിട്ട്. അത് ഏത് പാത്തിൽ കൂടി പോകണം എന്ന് ഡിസൈഡ് ചെയ്യണ ആരാണ്? IP ആണ്. IP അഡ്രസ്സ് എന്ന് കേട്ടില്ലേ നമ്മൾ? എല്ലാത്തിലും നമ്മുടെ ഫോണിൽ എടുത്താലും ഫോണിലും IP അഡ്രസ്സ് ഉണ്ടല്ലേ. അപ്പോൾ IP അഡ്രസ്സാണ് ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ അയക്കുന്ന ഡാറ്റയെ ഏതിലേക്ക് കൂടി ഫോർവേഡ് ചെയ്ത് റിസീവറിൽ എത്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്ത് ഏതാണ്, അല്ലെങ്കിൽ ട്രാഫിക് കുറഞ്ഞ പാത്ത് ഏതാണ്, അതെല്ലാം ഏത് ആണെന്ന് അനലൈസ് ചെയ്തിട്ട്, അതിനെല്ലാം അൽഗോരിതംസ് ഉണ്ട്, അതെല്ലാം വെച്ച് അനലൈസ് ചെയ്തിട്ട് ആ ഡാറ്റേനെ ഏറ്റവും നല്ല രീതിയിൽ ഏത് റൂട്ടിൽ കൂടി വിടാമെന്ന് തീരുമാനിക്കുന്ന ആരാണ്? ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. അതിനത് യൂസ് ചെയ്യുന്നതാണ് എന്ത്? IP അഡ്രസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സെക്ഷനാണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൽ വരുന്നത്? നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി, ഇപ്പം നമ്മുടെ വേൾഡ് വൈഡ് വെബ് തന്നെ എടുത്തു. നമുക്ക് ഇവിടെ നിന്ന് UK ഒരു മെസ്സേജ് അയക്കണം. നമ്മൾക്ക് 2 സിസ്റ്റവും തമ്മിലുള്ള കണക്ഷനും മാത്രം മതിയാ? പോരാ, അതിൻ്റെ ഉള്ളിൽ കുറേ എക്സ്ട്രാ ഡിവൈസസ് നമുക്ക് വേണം.
ഓക്കെ, അപ്പോൾ അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് വണ്ണാണ് ഫയൽ സെർവർ എന്ന് പറയുന്നത്. ഫയൽ സെർവർ നമ്മൾ ബാങ്കിൻ്റെ, ഇപ്പോൾ നമുക്ക് ബാങ്കിൻ്റെ സോഫ്റ്റ്വെയർ എടുക്കാം. നമുക്ക് റിക്വസ്റ്റ് അയച്ച് നമുക്ക് ഡാറ്റ കിട്ടും അല്ലേ, നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും ട്രാൻസാക്ഷൻസും അറിയാൻ പറ്റും. ബാങ്കുകാരും ഇതേ സെയിം ഡാറ്റ തന്നെയാണ് എടുക്കുന്നത്. അതായത് അവിടെ ഫയൽ സെർവർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു വലിയ സിസ്റ്റം, ഹൈ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും ഇത്. എന്തെന്നാണ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിൻ്റെ പ്രത്യേകത എന്താ? ലാർജ് മെമ്മറി കപ്പാസിറ്റി ആയിരിക്കും അതിനുണ്ടാവുക. മിക്കവാറും എല്ലാ ഫയൽ സെർവേഴ്സും എന്തായിരിക്കും? ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും. ലാർജ്, ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിൽ ഒരു സെർവർ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന് ഇന്ത്യയിൽ ഒരു സെർവർ ഉണ്ട്, അതിലെന്തോരം ഡാറ്റ ഉണ്ടാവും? കുറേ ഡാറ്റ ഉണ്ടാവും അല്ലേ? ഇതെല്ലാം സെർവ് ചെയ്യുന്ന രീതിയിൽ സേവ് ചെയ്യുകയും യൂസർ എപ്പോഴാണോ റിക്വസ്റ്റ് ചെയ്യുന്നത് ആ സമയത്ത് കറക്റ്റായിട്ട് റെസ്പോൺസും കൊടുക്കാൻ പറ്റും. നമ്മൾ ഇപ്പോൾ ബാലൻസ് നോക്കാൻ പറഞ്ഞാൽ നമുക്ക് എന്താണ് അപ്പം തന്നെ കിട്ടണമല്ലേ? നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് കിട്ടിയിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ റിക്വസ്റ്റുകൾ നമുക്ക് എന്തായിരിക്കണം? ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാം, റിസൾട്ട് തരുന്ന രീതിയിലുള്ളതുമായിരിക്കണം, അതിന് പറ്റിയതായിരിക്കണം സെർവേഴ്സ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മൊബൈൽ ഫോണിലായിരിക്കാം ചെക്ക് ചെയ്യുന്നത് അല്ലേ, ഒരു മൊബൈൽ ഫോണിലായിരിക്കാം. അപ്പോൾ ഈ ഫയൽസ് അല്ലെങ്കിൽ ഡാറ്റാസ് നമുക്ക് തരുന്നത് ആരാ? ഈ ഫയൽ സെർവർ എന്ന് പറയുന്ന മെഷീനായിരിക്കും. ഓക്കെ, അതൊരു സെൻട്രലൈസ്ഡ് മെഷീനായിരിക്കും. അതിന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പോണൻസ് ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇപ്പോൾ കുറേ മെഷീൻസ് ഉണ്ടാവും ബാങ്കിലുള്ള, ഓരോ ബ്രാഞ്ചിലുള്ള മെഷീൻസ് ഇത് കണക്റ്റഡ് ആയിരിക്കും. അവരെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഈ ബാങ്കിലുള്ളവർക്ക് എല്ലാവർക്കും ഓരോ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അത് വെച്ചിട്ടാണ് അവർ ഇതിലേക്ക് ലോഗിൻ ചെയ്ത് കയറുന്നത്. നമുക്കിത് ആക്സസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് ഇതിൽ കയറി ഡാറ്റ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ബാങ്കിങ്ങിലുള്ള ആൾക്കാർക്ക് അങ്ങനെയല്ല, അവർക്ക് ഡാറ്റ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള പെർമിഷൻസ് വേണം. അതുകൊണ്ടിട്ട് എന്ത് ചെയ്യും? അവർ ഈ സോഫ്റ്റ്വെയറിലേക്ക് ലോഗിൻ ചെയ്ത് കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റില്ല, നമുക്ക് യൂസർ നെയിമും പാസ്വേഡും അറിയില്ലല്ലോ. അപ്പോൾ ഓരോ ബ്രാഞ്ചിലുള്ള ഓരോ ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഉള്ളിലുള്ള സോഫ്റ്റ്വെയറിലേക്കായിരിക്കും ലോഗിൻ ചെയ്ത് കയറുക. ഓക്കെ, അപ്പോൾ അതാണ് ഫയൽ സെർവർ എന്ന് പറയുന്നത്. രണ്ടാമത്തെയാണ് വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. വർക്ക് സ്റ്റേഷൻസ് ഞാൻ പറഞ്ഞു, ഈ സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മെഷീൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി വർക്കുകൾ നടക്കണ എവിടെയാണ്? ബാങ്കിലെ ഓരോ ഓഫീസേഴ്സിൻ്റെയും മുമ്പിലാണ്, അവരുടെ ഇരിക്കുന്ന മെഷീനിലാണ് വർക്കുകൾ നടക്കുന്നത്. ആ വർക്കുകൾ ചെയ്തിട്ട് ഡാറ്റ സേവ് ചെയ്യുന്നതാണ് ഇവിടെ അല്ലേ? അപ്പോൾ ആക്ച്വൽ വർക്ക് നടക്കുന്നത് ഇവിടെയാണ്. ഈ സിസ്റ്റങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വർക്ക് സ്റ്റേഷൻ അല്ലെങ്കിൽ നോഡുകൾ എന്ന് പറയും, നോട്ട്സ്. ഇപ്പോൾ ഫയൽ സെർവറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോട്ട്സ് അല്ലെങ്കിൽ വർക്ക് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ് നോക്കാനുള്ളത്. ഇപ്പം നമ്മുടെ മെഷീൻ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? അപ്പോൾ അടുത്തത് നമ്മൾ നോക്കാൻ പോണ നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡാണ്. എന്താണ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്? കേട്ടിട്ടുണ്ടോ NICന്ന്? നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ട്, അത് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മദർ ബോർഡിൽ എന്ത് വേണം? നമ്മുടെ സിസ്റ്റത്തിൽ എന്ത് വേണം? NIC എന്ന് പറഞ്ഞ കാർഡ് വേണം. അതായത് ഒരു എക്സ്പാൻഷൻ കാർഡാണത്. നെറ്റ്വർക്ക് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ NIC എന്ന് പറയുന്ന കാർഡ് വേണം. ആ NIC കാർഡിലായിരിക്കും ആ നെറ്റ്വർക്ക് നമുക്ക് വരുമ്പോൾ ഒരു കേബിൾ ഉണ്ടാവുള്ളൂ, ആ കേബിൾ കുത്താനുള്ള പോർട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ NIC കാർഡുകളാണ് നമ്മൾ നെറ്റ്വർക്കുമായിട്ട് ഒരു സിസ്റ്റം കണക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അടുത്ത ടേമാണ് ഹബ് എന്ന് പറയും. അതായത് സെവറൽ മെഷീൻസിനെ, ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് മെഷീൻസിനെ ഇൻ്റർകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹബ്ബുകൾ എന്ന് പറയുന്നത്. ഹബ്ബ് എന്ന് പറയുന്നത് ഹബ്ബ് നടുക്കായിരിക്കും, ചുറ്റും എന്തുണ്ടാവും? കുറേ മെഷീൻസ് ഉണ്ടാവും. അപ്പോൾ സ്മോൾ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ നമുക്ക് കണക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഹബ്ബുകൾ യൂസ് ചെയ്യണം.
ഇപ്പോൾ ഇവിടുത്തെ മെഷീൻ എല്ലാം കൂടി കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹബ്ബ് മതി. ഇറ്റ്സ് സ്മോൾ സെറ്റ് അല്ലേ, ഒരു ചെറിയ ഗ്രൂപ്പാണ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏത് ത്രൂവേ നടക്കുകയുള്ളൂ? ഹബ്ബ് ത്രൂവേ നടക്കുകയുള്ളൂ. ഈ മെഷീനിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഹബ്ബിലേക്ക് സെൻഡ് ചെയ്യും, ഹബ്ബായിരിക്കും ഇതിലേക്ക് സെൻഡ് ചെയ്യും. 2 തരത്തിലുള്ള ഹബ്ബുകളാണുള്ളത്, പാസീവ് ഹബ്ബും ആക്റ്റീവ് ഹബ്ബും. പാസീവ് ആൻഡ് ആക്റ്റീവ്. ആക്റ്റീവ് ഹബ്ബ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ സിസ്റ്റത്തിൽ നിന്ന് സിഗ്നൽസ് റിസീവ് ചെയ്യും. അത് വീക്കനാണെന്നുണ്ടെങ്കിൽ, വീക്കായിട്ടുള്ള സിഗ്നലാണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ വെച്ചൊന്നതിനെ സ്ട്രെങ്തൻ ചെയ്യും, എന്നിട്ടായിരിക്കും അല്ലെങ്കിൽ ബൂസ്റ്റ് ചെയ്തിട്ടായിരിക്കും റിസീവറിലേക്ക് അയക്കുക. ആക്റ്റീവായിട്ടുള്ള ഹബ്ബുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. പാസീവ് ഹബ്ബ് എന്താ ചെയ്യുക? പാസീവ് ഹബ്ബ് മടിയന്മാരാ, അവർക്ക് എന്താണോ കിട്ടുന്നത് അത് തന്നെ അപ്പുറത്തേക്കും കൊടുക്കും, അല്ലാണ്ട് അത് സിഗ്നൽ വീക്കാണോന്നോ ഒന്നും നോക്കില്ല. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഹബ്ബുകളാണ് പാസീവ് ഹബ്സ്. ആക്റ്റീവ് ഹബ്സ് എന്താണ്? ചെക്ക് ചെയ്യും, സിഗ്നൽ വീക്കാണെന്നുണ്ടെങ്കിൽ അതിലൊന്ന് ബൂസ്റ്റ് ചെയ്തിട്ടായിരിക്കും റിസീവറിലേക്ക് വിടുക. അങ്ങനെ 2 തരത്തിലുള്ള ഹബ്ബുകളാണ് നമുക്കുള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതാണ് സ്വിച്ച് എന്ന് പറഞ്ഞാൽ. സ്വിച്ച് കണ്ടിട്ടുണ്ടോ? നമ്മുടെ ലാബിലുണ്ട് സ്വിച്ച്, നമ്മുടെ കമ്പ്യൂട്ടർ ലാബിലുണ്ട് സ്വിച്ച്. നിങ്ങൾ കയറുമ്പോൾ തന്നെ ഡോറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ മെഷീൻ്റെ സൈഡിൽ നോക്കിയാൽ കാണാം ഈ സ്വിച്ച് ഒരു ബോക്സ് പോലെ ഇരിക്കും. ഇതെങ്ങനെ ഇരിക്കും കണ്ടോ? ഇതിൻ്റെ ഇവിടെ കുറേ എന്തുണ്ടാവും, പോർട്ടുകളുണ്ട്. നമ്മളവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഈതർനെറ്റ് സ്വിച്ചാണ്, അതായത് എല്ലാ സിസ്റ്റത്തിലേക്കും നെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാ സ്വിച്ചിലേക്ക് നെറ്റ് കണക്ഷൻ കൊടുത്തിട്ട് അതിൽ നിന്ന് മറ്റുള്ള സിസ്റ്റത്തിലേക്ക് കണക്റ്റഡായി വരും. സ്വിച്ചുകളാണ്, അതായത് നമ്മൾ പറഞ്ഞു നെറ്റ്വർക്ക് ആദ്യം പഠിച്ചപ്പോൾ തന്നെ റിസോഴ്സ് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പോൾ റിസോഴ്സ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും കണക്ട് ചെയ്യേണ്ടത് ഒരു സെൻട്രൽ പാർട്ടിൽ കണക്ട് ചെയ്താലേ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് കണക്ഷൻ ആണെങ്കിലും പ്രിൻറ്റേഴ്സ് ആണെങ്കിലും എല്ലാം കണക്ട് ചെയ്യുന്നത് എവിടെയാണ്? ഈ പറയുന്ന സ്വിച്ചിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോണതാണ് റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. റിപ്പീറ്റർ അപ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ആണെന്ന് വിചാരിക്കുക. നമ്മൾ സിഗ്നൽ പാസ് ചെയ്യുന്ന സമയത്ത് കുറേ ദൂരം പോയി കഴിയാൻ എന്താവും? ഇത് വീക്കാവും, സിഗ്നലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് കുറയും. അപ്പോൾ എന്ത് ചെയ്യും? ഒരു റിപ്പീറ്റർ വെക്കണം. ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ്റെ ഇടയ്ക്ക് നമ്മൾ റിപ്പീറ്റേഴ്സ് വെക്കും. ആ റിപ്പീറ്റേഴ്സ് എന്താണ് ചെയ്യണത്? എന്താണോ അതിന് കിട്ടുന്ന സിഗ്നൽ അതുപോലെ തന്നെ വേറൊരു സിഗ്നൽ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ടാണ് അടുത്ത മെഷീനിലേക്ക് കൊടുക്കുന്നത്. അതിനെ പോലെ തന്നെ റിപ്പീറ്റ് ചെയ്ത് സ്ട്രെങ്തനായിട്ടുള്ള സിഗ്നലുകൾ ഉണ്ടാക്കിയിട്ടാണ് അടുത്തതിലേക്ക് വിടുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻസൊക്കെ വരാൻ നേരത്ത് എന്ത് ചെയ്യും? റിപ്പീറ്റേഴ്സ് അതിനെന്താണോ കിട്ടുന്നത് അതിനെ ബൂസ്റ്റും ചെയ്തിട്ടായിരിക്കും അടുത്തതിലേക്ക് വിടുക. അപ്പോൾ സിഗ്നൽ ഒന്നുകൂടി സ്ട്രെങ്തനാവും, കുറച്ച് ദൂരം കൂടി അത് പോകും. ചിലപ്പോൾ അടുത്തത് റിസീവർ സ്റ്റേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റിപ്പീറ്റർ തന്നെയായിരിക്കാം, എന്തുമാകാം അടുത്തതിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റേഴ്സാണ് അത് പറയുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? ബ്രിഡ്ജസ് ആണ്. ബ്രിഡ്ജസ് ആക്ച്വലി എന്തിനാന്ന് വെച്ചാൽ വലിയ നെറ്റ്വർക്കുകളെ ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ബ്രിഡ്ജസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തമുള്ളൊരു നെറ്റ്വർക്ക് നമുക്ക് എന്ത് ചെയ്യാം? കേരളക്ക് മാത്രമായിട്ട് ബ്രിഡ്ജ് വെക്കാം, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട്. അപ്പോൾ എന്താണ്? സ്മോൾ നെറ്റ്വർക്കുകളെ, ലാർജ് നെറ്റ്വർക്കുകളെ സ്മോൾ പാർട്ടായിട്ട്, അപ്പോൾ കേരള സ്റ്റേറ്റിന് മാത്രമായിട്ട് ഒരെണ്ണം കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ്? ഓരോ സ്റ്റേറ്റിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെയെല്ലാം ഓരോ ബ്രിഡ്ജസ് കൊടുക്കാം, അല്ലെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റ് വൈസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഓക്കെ, അതെന്തിനാ ചെറുതാക്കണത്? ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാനും ട്രാഫിക്കുകൾ കുറക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും ഇടയ്ക്കുള്ള ബ്രിഡ്ജസ് ആണെന്ന് വിചാരിക്കും. ഒറ്റ കണക്ഷനാണെങ്കിൽ എന്താണ്? ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് ഒരു ഡാറ്റ വരണമെങ്കിൽ എല്ലാത്തിനും കൂടി പാസ് ചെയ്ത് പോകണം അല്ലേ? ഓരോ ഡിസ്ട്രിക്റ്റിലും നമ്മൾ ബ്രിഡ്ജസ് വെച്ചിട്ടുണ്ടെങ്കിലോ അപ്പോൾ എന്താ ചെയ്യണത് ശരിക്കും? ഇപ്പോൾ തിരുവനന്തപുരത്തുള്ള ബ്രിഡ്ജ് എന്ത് ചെയ്യും? ചെക്ക് ചെയ്യും ഏത് ഇതിലേക്കാണ് പോകേണ്ടത്.
അപ്പോൾ അത് ആ ബ്രിഡ്ജിലേക്ക് അയക്കും, കാസർഗോഡുള്ള ബ്രിഡ്ജിലേക്ക് അയക്കും. അതിൻ്റെ എല്ലാത്തിലും കൂടി അയക്കില്ല. അപ്പം അങ്ങനത്തെ ബ്രിഡ്ജസിനെ നമ്മൾ പറയുന്ന പേരാണ് റൂട്ടേഴ്സ്. എന്താണ്? റൂട്ടേഴ്സ്. ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രിഡ്ജസ് ആണ് എന്ത്? റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അതായത് അതിന് എന്തെങ്കിലും കിട്ടിയാൽ അത് ചെക്ക് ചെയ്യുക ആദ്യം. ഇത് ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഡെസ്റ്റിനേഷൻ്റെ സ്ഥലത്തുള്ള റൂട്ടറിലേക്കായിരിക്കും അത് അയക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ഇടയ്ക്കുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ ട്രാഫിക് എല്ലാം ഒഴിവാക്കാം. ഡയറക്റ്റ് അതിലേക്ക് അയക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കുള്ളതിലേക്കൊന്നും അയക്കില്ല. അപ്പോൾ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബ്രിഡ്ജസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റൂട്ടേഴ്സ് എന്ന് പറയുന്നത്. ആ ഡെസ്റ്റിനേഷൻ ചെക്ക് ചെയ്യും, ഏത് റൂട്ടറിൻ്റെ കീഴിലാണെന്ന് നോക്കും, ആ റൂട്ടറിലേക്ക് അല്ലെങ്കിൽ ബ്രിഡ്ജിലേക്ക് മാത്രം അതയക്കും. ഓക്കെ, അപ്പോൾ അതാണ് റൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ. അടുത്തൊരു ടേമാണ് ഗേറ്റ് വേ എന്ന് പറഞ്ഞാൽ. അതായത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്കുകൾ. എൻറ്റയർലി ഡിഫറെൻ്റ് ആവും, ടോപ്പോളജി വൈസ് ആവാം. അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ പ്രോട്ടോക്കോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലതിൽ TCP ആയിരിക്കും, ചിലതിൽ FTP ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്കുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് വേ എന്ന് പറയുന്ന കൺസെപ്റ്റുകൾ യൂസ് ചെയ്യുന്നത്. ഗേറ്റ് വേ നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്യുന്ന ആ പോർട്ടലില്ലേ, ആ പോർട്ടലും നമ്മളുടെ ആ ഒരു സൈറ്റും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഗേറ്റ് വേസാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? എന്തിനാണ്? നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എന്താണ്? ഹൈലി സെക്യൂർഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. അപ്പോൾ ആ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാനായിട്ട് അതിൽ എക്സ്ട്രാ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് എന്താ? നമ്മൾ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റുകൾക്ക് അത്രയും സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ? ഭയങ്കര സെക്യൂരിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് വേറെ രീതിയിലുള്ള പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് നെറ്റ്വർക്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഗേറ്റ് വേ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ, ഇപ്പോൾ ഒരു സ്കൂൾ കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കുക. അതിൽ LP ഉണ്ട്, UP ഉണ്ട്, ഹൈസ്കൂളുണ്ട്, ഹയർ സെക്കൻഡറി ഉണ്ട്, എല്ലാം ഉണ്ട്, നഴ്സറി എല്ലാം. അവിടുത്തെ സിസ്റ്റങ്ങളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിന് നമ്മൾ പറയുന്ന പേരാണ് LAN അഥവാ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയും. ഓക്കെ, അടുത്താണ് മെട്രോപൊളിറ്റൻ ഏരിയ. അതായത് ഒരു സിറ്റിക്കുള്ളിലുള്ള എല്ലാ സിസ്റ്റംസും കണക്ട് ചെയ്യുക. അതിനെ പറയുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ MAN എന്ന് പറയും. ഒരു ലാർജ് ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള സിസ്റ്റംസ് എല്ലാം കൂടി കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? WAN അല്ലെങ്കിൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കളക്ഷൻ ഓഫ് WAN എന്ന് പറയാൻ വേണമെങ്കിൽ എന്ന് വെച്ചാൽ വൈൽഡ് ജിയോഗ്രഫിക്കൽ ഏരിയയിലുള്ള സിസ്റ്റംസാണ് കണക്ട് ചെയ്ത നെറ്റ്വർക്കാണ് WAN എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാൻ പോണത് ടോപ്പോളജിയാണ്. ടോപ്പോളജി എന്ന് വെച്ചാൽ ആക്ച്വലി ഈ മെഷീൻസൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോപ്പോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഫിസിക്കലി അതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന റിംഗ് ടോപ്പോളജിയാണ്. റിംഗ് ടോപ്പോളജിയിൽ ഒരു റിങ് പുല്ലായിരിക്കും കണക്ട് ചെയ്യുക. ഇങ്ങനെ ഒരു റിങ് പോലെ ഇരിക്കും നമ്മൾ നോക്കിയാൽ. അതായത് എല്ലാം ഇങ്ങനെയായിരിക്കും കണക്ട് ചെയ്യുക. കണക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഈ മെഷീൻ ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും വരാം. അപ്പോൾ ഈ മെഷീനിന് ഇതിലേക്ക് അയക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ഇതിലേക്ക് അയക്കാൻ പറ്റില്ല, ഇതിന് ചുറ്റി വന്ന് ഇതിലേക്ക് അയക്കണം. അഡ്ജസൻറ്റ് മെഷീനാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മ്യൂണിക്കേഷൻ്റെ ഡയറക്ഷൻ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ ടോപ്പോളജിനെ പറയുന്ന പേരാണ് റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. അടുത്തതാണ് ലൈൻ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ. ലൈൻ ടോപ്പോളജി എന്ന് പറഞ്ഞാൽ എല്ലാ മെഷീൻസും സെയിം ലൈനിലേക്കായിരിക്കും കണക്ട് ചെയ്തേക്കുക. ഈ സെയിം ലൈനിലേക്കായിരിക്കും കണക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് അതിന് പ്രശ്നം? ഇതിനേക്കൊരു മെസ്സേജ് അയക്കണമെങ്കിൽ അത് ഇതിന് കൊടുത്തിട്ട് ഇത് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ? അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ നമുക്ക് ഹൈലി സെക്യൂർഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റിയൊക്കെ ഉള്ള നെറ്റ്വർക്കിൽ നമുക്കിത് പറ്റില്ല. കാരണം എന്താ? ഒരു ഡാറ്റ അയച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ ഇടയ്ക്കുള്ള റിസീവറിനും സെൻറ്ററിനും ഇടയ്ക്കുള്ള എല്ലാ മെഷീൻസും അത് റിസീവ് ചെയ്താൽ പോകുന്നത്. ഓക്കെ, ഇതിനെ പറയണതാണ് ലൈൻ ടോപ്പോളജി എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ആണ് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയും. അതായത് ഒരു സെർവർ മെഷീൻ ഉണ്ട്. ഈ സെർവർ മെഷീനിലേക്ക് എല്ലാ മെഷീൻസും കണക്റ്റഡ്. നമ്മൾ നേരത്തെ ഫയൽ സെർവറൊക്കെ പഠിച്ചപ്പോൾ നോക്കിയപ്പോൾ ഉള്ള സ്ട്രക്ചറില്ലേ, അതാണ്. ഹബ്ബ് പഠിച്ചില്ലേ നമ്മൾ? ഹബ്ബ് പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ്. ഇത് മേ ബി ഒരു ഹബ്ബ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയൽ സെർവർ ആവാം, എന്തുവാകും. അപ്പോൾ ആ ഒരു മെഷീനിലേക്കാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ ഇത് ഹബ്ബിലേക്ക് കൊടുക്കുക, ഹബ്ബായിരിക്കും ഇതിലേക്ക് കൊടുക്കുക. ഇത് മേ ബി ഹബ്ബാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫയൽ സെർവർ ആവാം. ഇങ്ങനത്തെ ടോപ്പോളജിയിലേക്കാണ് നമ്മൾ സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. സ്റ്റാറിൻ്റെ ഷേപ്പാണ് വരുന്നത്, അതുകൊണ്ട്. ഇനി വേറൊരു തരം ടോപ്പോളജിയാണ് നമുക്കുള്ളത്. അതിന് പറയുന്നത് ബസ് ടോപ്പോളജി എന്നാണ്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എൻഡിലൊരു മെഷീനുണ്ട്. ഇപ്പോൾ ലൈൻ ടോപ്പോളജിയിലുള്ള ആ ഒരു പ്രശ്നം അവോയ്ഡ് ചെയ്യാം നമുക്കിതിൽ. ഇതിലേക്ക് ഡാറ്റ അയക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് ഡയറക്റ്റ് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലൈൻ ഉണ്ട് ഇതിലേക്ക്. അല്ലാണ്ട് ഈ മെഷീനും അത് റിസീവ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതിലത് നടക്കില്ല. ഇതിലേക്ക് ഡാറ്റ അയക്കണമെങ്കിൽ ഇതിന് കൊടുത്തിട്ട് ഇതിങ്ങോട്ട് അയക്കുള്ളൂ അല്ലേ. ഇതിലങ്ങനെ പ്രശ്നമില്ല. ഇതിലേക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ ഈ ബിറ്റ്വീൻ ഉള്ളത് ഇതിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ലൈൻ ഇതിലേക്ക് ഉണ്ടാവും. ഇതിനെ പറയണതാണ് ബസ് ടോപ്പോളജി എന്ന് പറയും. ബസ്. ഇനി അടുത്ത ടോപ്പോളജിയാണ് ട്രീ ടോപ്പോളജി എന്ന് നമ്മൾ പറയും. അതായത് ഒരു മെഷീൻ, ആ മെഷീൻ എത്രയോ മെഷീൻസുമായിട്ട് കണക്റ്റഡ് ആണ്. ഇങ്ങനെ, അതായത് ഒരു റൂട്ടായിട്ടുള്ള ഒരു മെഷീൻ ഉണ്ടാവും. ആ മെഷീൻസ് ഇങ്ങനെ, ഇനി ഈ മെഷീൻ 2 മെഷീനായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെ പോകുന്നതാണ് എന്ത്, ട്രീ ടോപ്പോളജി. അപ്പോൾ ഇനി എന്തെന്നാണ്, ഒരു റൂട്ട് മെഷീൻ ഉണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താണ്? ഇപ്പോൾ ഈ മെഷീൻ കേടായി, ഇത് രണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അതിൻ്റെ പ്രശ്നം അതാണ്. ഈ മെഷീൻ കേടായാൽ ഈ സെർവറിന് ഇതിൻ്റെ കീഴിലുള്ള ഒറ്റ മെഷീൻസും അതിൻ്റെ ബ്രാഞ്ചിൽ വരുന്ന ഒറ്റ മെഷീൻസും യൂസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ട്രീ ടോപ്പോളജിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് അടുത്ത ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജി എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിസ്റ്റം, 10 സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഓരോ സിസ്റ്റത്തിനും മിനിമലി ഒരു കണക്ഷൻ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരെണ്ണമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ചില സിസ്റ്റം 2 3 ഒക്കെ കണക്റ്റഡ് ആയിരിക്കും, ചിലത് 9 മെഷീനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതായത് മിനിമലി ഒരു കണക്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെന്താണ്, മെഷ് ടോപ്പോളജിയാണ്. നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ മെഷീൻസും ഒരുപോലെയാണോ എന്ന്. അപ്പോൾ ഈ ഒരു മെഷീൻ ഇങ്ങനെ വരച്ചു, ഇപ്പം ഇങ്ങനെയാണ്. ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതുമായിട്ടും കണക്റ്റഡ് ആണ്, ഇതുമായിട്ടും കണക്റ്റഡ് ആണ്, രണ്ടുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതുമായിട്ടും കണക്റ്റഡ് ആണ്. ഇപ്പം എന്താ, ഇതിന് എത്ര കണക്ഷൻസ് വരുന്നുണ്ട്? 2 അല്ലേ. ഇതിന് എത്ര എണ്ണം വരുന്നുണ്ട്? ഒരെണ്ണം. ഇതിലെല്ലാത്തിനും 2 എണ്ണം വരുന്നുണ്ടായിപ്പാ? ഇല്ല. ഇതിന് 2 എണ്ണം ഉണ്ട്. ഇതിന് എത്ര എണ്ണേ ഉള്ളൂ? ഒരു കണക്ഷൻ. അതായത് ഇതും തമ്മിൽ മാത്രമേ കണക്ഷനുള്ളൂ. ഓക്കെ. ഈ മെഷീനെ നോക്കണമെങ്കിൽ ഇതിന് 2 കണക്ഷൻ ഉണ്ട്, ഇത് നോക്കണമെങ്കിൽ ഇതിന് 2 കണക്ഷൻ ഉണ്ട്, ഇത് നോക്കണമെങ്കിൽ ഇത് 2 കണക്ഷൻ ഉണ്ട്. കുറേ മെഷീൻസ് വരുമ്പോൾ ഇത്ര നമ്പർ ഓഫ് കണക്ഷൻസ് ഒന്നുമില്ല. മിനിമലി ആ നെറ്റ്വർക്കുമായിട്ട് ഒരു കണക്ഷനെങ്കിലും ഉണ്ടാവണം. പിന്നെ ചില സിസ്റ്റത്തിന് എന്താ, എല്ലാ മെഷീൻസുമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫിക് നമ്പർ ഇല്ല. മിനിമലി 1 കണക്റ്റഡ് ആണെങ്കിൽ അതിനെന്താ പറയണത് നമ്മൾ? മെഷ് ടോപ്പോളജി എന്നാണ് പറയണത്. പിന്നെ അടുത്തതാണ് ഫുള്ളി മെഷ് ടോപ്പോളജി എന്ന് പറയും. അതായത് എല്ലാ മെഷീൻസും ബാക്കിയുള്ള എല്ലാ മെഷീൻസുമായിട്ട് കണക്റ്റഡ് ആവും. ഫുള്ളി മെഷ് ടോപ്പോളജി. അതായത് 10 മെഷീൻ ഉണ്ടെങ്കിൽ ഒരു മെഷീൻ എടുത്താൽ അത് ബാക്കിയുള്ള 9 കണക്റ്റഡ് ആയിരിക്കും. അതാണ് എന്ത്, ഫുള്ളി മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. 100 സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു സിസ്റ്റം എടുത്താൽ ആ ഒരു സിസ്റ്റം ബാക്കി 99 സിസ്റ്റമായിട്ടും കണക്റ്റഡ് ആയിരിക്കും. അതാണ് മെഷ് ടോപ്പോളജി എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളതാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ? കളക്ഷൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് നെറ്റ്വർക്ക്സ് ആണ്. നെറ്റ്വർക്കുകളുടെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻ്റർനെറ്റ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റ് എവിടെയാണ് ശരിക്കും അതിൽ ഫയൽസൊക്കെ സേവ് ചെയ്യണത്? www എന്ന് പറയുന്ന റെപ്പോസിറ്ററി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അത് ആക്സസ് ചെയ്യാനായിട്ട് HTTP എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ വേണം എന്ന് പറഞ്ഞു. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ലാംഗ്വേജ് HTML ആണെന്ന് നമ്മൾ പറഞ്ഞു.
അതെല്ലാം പറഞ്ഞല്ലേ. നെക്സ്റ്റ് ഒരു ടേമാണ് ഇൻട്രാനെറ്റ് എന്ന് പറഞ്ഞാൽ. ഇൻ്റർനെറ്റ് വരുന്നതിന് മുന്നേ ബാങ്കുകൾ അവരുടെ നെറ്റ്വർക്കുകളൊക്കെ വലിച്ചിരുന്നത് എങ്ങനെയാണ്? അവർ തന്നെ കാശ് മുടക്കി അവർ തന്നെ ലൈൻ വലിച്ചിട്ടാണ് തരുന്നത്. ഇൻ്റർനെറ്റ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യും? എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള ബാങ്കുകൾ കണക്ട് ചെയ്യണമെങ്കിൽ അവർ അവിടെ നിന്ന്, ഇപ്പോൾ പാലാരിവട്ടം എടപ്പള്ളിയും തമ്മിലുള്ള ബ്രാഞ്ചാണെങ്കിൽ പാലാരിവട്ടത്തു നിന്ന് എടപ്പള്ളിയിലേക്ക് ഒരു ലീസ്റ്റ് ലൈൻ വലിക്കുക. അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു ലൈൻ വലിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ഏതെങ്കിലുമൊക്കെ വേണോ, ഹബ്ബ് വേണോ, സ്വിച്ച് വേണോ, അതെല്ലാം കണക്ട് ചെയ്തിട്ട് അവർ തന്നെ വലിക്കും. പക്ഷേ അതിനെന്താ പ്രശ്നം? കേരളത്തിൽ മൊത്തമുള്ള ബ്രാഞ്ച് അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കോസ്റ്റ് എന്താവും? ഭയങ്കര ഹ്യൂജ് ആവും അല്ലേ. അപ്പോൾ അതൊരു പ്രശ്നമായിരുന്നു. അടുത്തത് കഴിഞ്ഞ് വരുന്നതാണ് എക്സ്ട്രാ നെറ്റ് എന്ന് പറഞ്ഞത്. അതായത് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടി അവർ പ്രൈവറ്റ് നെറ്റ്വർക്ക്സ് ക്രിയേറ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ എക്സ്ട്രാ നെറ്റ് എന്ന് പറയുന്നത്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് എക്സ്ട്രാ നെറ്റിൽ ചെയ്തത്. ഇനി നമുക്കൊരു ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ നമുക്കൊരു നെറ്റ്വർക്ക്, ഞാൻ ഒരു PC വാങ്ങി, കമ്പ്യൂട്ടർ വാങ്ങിച്ചു, പേഴ്സണൽ കമ്പ്യൂട്ടർ. ആ സമയത്ത് എനിക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ട ഹാർഡ്വെയറും സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് എന്ന് നമ്മൾ നോക്കാൻ പോണത്. ഒരു കമ്പ്യൂട്ടർ വാങ്ങിച്ചു, അപ്പോൾ എന്തായാലും ഒരു കമ്പ്യൂട്ടർ വേണോ അല്ലേ? അതൊരു ഹാർഡ്വെയർ റിക്വയർമെൻ്റ് ആണെന്ന് പറയാം. പിന്നെ നമ്മൾ എന്തിട്ട് വേണം? ഇൻ്റർനെറ്റ് കണക്ഷന് നമുക്ക് എടുക്കേണ്ടത്. ഏത് കണക്ഷൻ വേണമെന്ന് നമുക്ക് ആദ്യം തീരുമാനിക്കണം അല്ലേ. ചിലപ്പോൾ കേരള വിഷൻ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ജിയോ, അല്ലെങ്കിൽ BSNL, ഏതും ആവാം അല്ലേ. അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്തു നമുക്ക് ഏഷ്യാനെറ്റിൻ്റെ ബ്രോഡ്ബാൻഡ് മതി. അപ്പോൾ അവരെന്തെന്നാണ് നമ്മൾ പറയണത്? ഇവരെല്ലാവരെയും ISP എന്നാണ് പറയുന്നത്. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡേഴ്സാണ് അവർ. നമുക്ക് ഇൻ്റർനെറ്റ് തരുന്ന സർവീസ് പ്രൊവൈഡേഴ്സാണ് ഞാൻ ഈ പറഞ്ഞവരെല്ലാം. കേരള വിഷൻ, ഏഷ്യാനെറ്റ്, BSNL ഒക്കെ എന്തെന്നാ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറാണ്. അവിടെ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് വന്നു, ISP. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ PC വന്നു, ISP വന്നു. അങ്ങനെ നമ്മൾ തീരുമാനിച്ചു ഏഷ്യാനെറ്റ് എടുക്കാൻ. നമ്മൾ അവിടെ പോയി, അവരുടെ ഓഫീസിൽ പോയിട്ട് പറഞ്ഞു എനിക്കൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, പിന്നെ പാക്കേജൊക്കെ ഉള്ളത് മതി എന്നൊക്കെ പറഞ്ഞ് സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ അവരെന്ത് പറയും? മോഡം വെക്കണം, മോഡത്തിനുള്ള പൈസ അടക്കണം, മോഡത്തിനുള്ള പൈസ കൊടുക്കണം നമ്മൾ. അപ്പോൾ മോഡം അതൊരു സോഫ്റ്റ്വെയർ ഹാർഡ്വെയർ റിക്വയർമെൻ്റാണത്. മോഡം എന്ന് പറയുന്ന ഒരു ബോക്സ് പോലത്തെ ഒരു സംഭവമാണ് മോഡം എന്താണ് ആക്ച്വലി ചെയ്യുന്നത്? നമ്മൾ എന്ത് ഡാറ്റയാണോ നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത് അത് മോഡം എന്ത് ചെയ്യും? മോഡുലേറ്റ് ചെയ്തിട്ടാണ് നെറ്റ്വർക്കിലേക്ക് കൊടുക്കുന്നത്. നമ്മൾ എന്താണോ റിസീവ് ചെയ്യുന്നത് അതെന്ത് ചെയ്യും? നെറ്റ്വർക്കിൽ നിന്ന് എടുത്തിട്ട് മോഡം ഡീമോഡുലേറ്റ് ചെയ്താണ് നമുക്ക് തരുന്നത്. ആ മോഡുലേറ്റ് ഡീമോഡുലേറ്റ് എന്ന് പറയുന്ന ടേമിൽ നിന്നാണ് എന്ത് ഉണ്ടായത്? മോഡം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് മോഡുലേറ്റ് ചെയ്യും, ഇങ്ങോട്ട് തരുന്നതിന് എന്ത് ചെയ്യും? ഡീമോഡുലേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അടുത്ത ഹാർഡ്വെയർ റിക്വയർമെൻ്റ് ആയിരുന്നു മോഡം എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ കിട്ടി. ഇനി എനിക്കതിൽ PSCയുടെ വെബ്സൈറ്റ് എടുക്കണം. ഞാൻ എങ്ങനെ എടുക്കും? സിസ്റ്റത്തിൽ PC ഉണ്ടല്ലോ ഓൾറെഡി. എനിക്ക് എങ്ങനെ എടുക്കും? ഞാൻ PSCയുടെ വെബ്സൈറ്റ് എങ്ങനെ എടുക്കും? എന്തിൽ സെർച്ച് ചെയ്യും? ഗൂഗിൾ എവിടെ നിന്ന് കിട്ടും? നെറ്റ്. അത് എവിടെ നിന്നാണ് നമ്മൾ ഗൂഗിൾ എടുക്കണേ? നമ്മളൊരു ബ്രൗസർ സോഫ്റ്റ്വെയർ അതിൽ വേണം. നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ, മോസിലയോ ക്രോമോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എക്സ്പ്ലോററോ എഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒപ്പേറ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സോഫ്റ്റ്വെയറുകളുണ്ട്. അതിനെ പറയുന്ന പേരെന്താണ്? ബ്രൗസർ. ഈ ബ്രൗസർ സോഫ്റ്റ്വെയർ എടുത്തിട്ടാണ് നമ്മൾ ഈ www.google.com അടിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ PSCയുടെ വെബ്സൈറ്റ് അടിച്ചു കൊടുക്കുന്നത് URL അല്ലേ. അപ്പോൾ എന്താണ് അവിടെ ഒരു സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ് നമുക്ക് വേണ്ടത്? ബ്രൗസർ വേണം നമുക്ക്. ബ്രൗസർ ഉണ്ടെങ്കിലേ നമുക്കത് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ബ്രൗസറിലാണ് നമ്മൾ ശരിക്കും ആ ഫോർമാറ്റിൽ കൊടുക്കുന്നത്, http://www. ആ അഡ്രസ്സ് കൊടുക്കുന്നത് എവിടെയാണ്? ബ്രൗസറിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇനി നമ്മൾക്ക് ഇൻ്റർനെറ്റിലുള്ള സർവീസുകളെ പറ്റി നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മൾ വെബ്സൈറ്റുകളെ പറ്റി പറഞ്ഞല്ലേ, അത് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്ത് വെബ്സൈറ്റുകളിൽ കൂടിയാണ് കയറി പോകുന്നത്. പലതരത്തിലുള്ള വെബ്സൈറ്റുകളുണ്ട് നമുക്ക്. ഇപ്പോൾ .com വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ google.com ആണ്. എന്താണ് കോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? കൊമേഴ്ഷ്യലാണത്. അതായത് കൊമേഴ്ഷ്യൽ വെബ്സൈറ്റുകളെയാണ് നമ്മൾ .com എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്കൂളിൻ്റെ വെബ്സൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? .edu ആയിരിക്കും.
അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റ് എങ്ങനെയാണ്? kerala.psc.gov.in എന്നാണ് അല്ലേ? അത് അതിൻ്റെ ഡൊമൈൻസാണ്. അതായത് കേരളത്തിൽ ഒരു വെബ്സൈറ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് ആയതുകൊണ്ടാണ് GOV ഡോട്ട് എന്ന് പറഞ്ഞ് ഇന്നെന്ന് പറയുന്നത്. ഇന്നെന്ന് വെച്ചാൽ ഇന്ത്യ എന്നുള്ള മീനിങ്ങിലാണ് വരുന്നത്. അപ്പോൾ US ഉണ്ട് .US യൂസ് ചെയ്യുക, അവർക്ക് UK .UK ചെയ്യാം, ഓസ്ട്രേലിയയിലുള്ളവർക്ക് യൂസ് ചെയ്യാം, ന്യൂസിലൻഡിലുള്ളവർക്കുണ്ട് NZ ആണ് അവരുടെ. അപ്പോൾ അവർക്ക് അവരുടേതായ ഡൊമൈൻസും ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഡൊമൈൻസ്, കൊമേഴ്ഷ്യൽ ഡൊമൈൻസ് ഇല്ലേ, അതെല്ലാം എന്താണ്, ജനറലൈസ്ഡ് ആണ്. അവർക്കും യൂസ് ചെയ്യാം, നമുക്കും യൂസ് ചെയ്യാം. പിന്നെ വരുന്ന ചില ഓർഗനൈസേഷൻസ്, നമ്മുടെ ഇപ്പോൾ ഇത് റോയൽ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ വെബ്സൈറ്റ് എന്തായിരിക്കും? അതൊരു ഓർഗനൈസേഷനാണ്. അപ്പോൾ എന്തായിരിക്കും വരിക? RECT.org ആയിരിക്കും വരിക. അതൊരു ഓർഗനൈസേഷനാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് .org. അപ്പോൾ പലതരത്തിലുള്ള ഡൊമൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ വെബ്സൈറ്റുകളാണ് ഫസ്റ്റ് നമുക്ക് വെബ്സൈറ്റ് ഇൻ്റർനെറ്റ് സർവീസ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ. പിന്നെ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? നിങ്ങൾ ഫോണിൽ ചാറ്റ് ചെയ്യുന്നുണ്ടല്ലേ, വാട്സപ്പ് പോലുള്ള ഇൻസ്റ്റൻറ്റ് ചാറ്റിങ്, ഗൂഗിൾ മീറ്റ്, വീഡിയോ കോളുകൾ പല രീതിയിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ ചാറ്റും മെസ്സേജിങ്ങും എന്താണ്, അത് തരുന്ന ഒരു സർവീസാണ്. പിന്നെ വരുന്നത് ഇ-കൊമേഴ്സ്. നമ്മളിപ്പോൾ എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ എല്ലാം നോക്കി സെർച്ച് ചെയ്ത് അതിൻ്റെ എമൗണ്ടൊക്കെ അറിഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ആണെങ്കിലും പല സൈറ്റിൽ നിന്നായിരിക്കും അല്ലേ നമ്മൾ എടുക്കുന്നത്. അതായത് ഇ-കൊമേഴ്സ് ആണത്, ഇലക്ട്രോണിക് കൊമേഴ്സാണ് വരുന്നത്. അതിൽ എന്താണ്, അതെല്ലാം അതിൽ പെടുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മൾ അതിൽ നിന്ന് വാങ്ങിക്കുകയാണല്ലേ. ഒന്നെങ്കിൽ ഗുഡ്സ് ആയിരിക്കാം, എന്തെങ്കിലും ഗുഡ്സ് ആയിരിക്കാം വാങ്ങിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സർവീസുകളായിരിക്കാം. നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ ബുക്ക് ചെയ്യുമല്ലേ ഇതിൽ, ഓൺലൈൻ കൺസൾട്ടേഷൻ നടക്കൂലേ, ശരിക്കും അത് കൊമേഴ്ഷ്യൽ പർപ്പസാണ്, അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് എന്താ, ഗുഡ്സ് അല്ല കിട്ടുന്നത്, അവിടെ സർവീസാണ് കിട്ടുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ നമ്മൾ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, പേയ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഇ-കൊമേഴ്സിൽ വരുന്നതാണ്. ഇനി നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് എന്താ, ഒഫീഷ്യൽ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു ബയോഡാറ്റ അയക്കണം, നമുക്ക് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇമെയിലുകൾ അയക്കാറുണ്ട്. അതിന് മാത്രമല്ല, ഫോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമല്ല, ഇൻഫോർമലായിട്ടുള്ള കാര്യങ്ങൾക്ക് അയക്കാറുണ്ട്. അതുപോലെ തന്നെ എന്താണ്, മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇമെയിൽസ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഓണം വരുന്നു, നമ്മുടെ മെയിൽ ചെക്ക് ചെയ്താൽ പലയിടത്തുനിന്ന് മെയിൽസ് വന്നിട്ടുണ്ടാവും, നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും അല്ലേ. അതായത് മാർക്കറ്റിങ്ങിൻ്റെ കേസിലും നമുക്ക് എന്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും, ഇമെയിൽസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത്.